guys, assalamualaikum. Welcome back to my YouTube channel. Sweet Chipu here. Welcome back. എന്താ പറയാ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്ന് പുറത്തു വന്ന വീഡിയോ ആണ്. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴ പെയ്തിട്ടുണ്ടായിരുന്നു, വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്മൂത്ത് ആയിട്ട് തന്നെ പോയത്. പിന്നെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് വാസ് സോ നൈസ്. ഞങ്ങളിപ്പോൾ എവിടെ എറണാകുളം എത്താനായി. പക്ഷെ ഇത് രണ്ടാമത്തെ ചായ കൂട്ടിയാണ് ഗൈസ്. വെറും ചായ ചായ നല്ല തിരക്കുണ്ട്. എന്നിട്ട് ഞങ്ങൾ വേറെ ഏതൊക്കെയോ വഴി കൂടെ വന്ന് ഫുൾ റോഡ് പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളത്തേക്ക് ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല, ഇടയ്ക്ക് കുടിക്കാറുണ്ട്. ഇത് ഞാനൊന്ന് ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തതാണ്. ആ പാന്റ് ഞാൻ യൂസ് ചെയ്യുന്ന എടുത്ത പാന്റാട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാന്റാണ്. ട്രാവലിങ്ങിനൊക്കെ ബെസ്റ്റ് ആട്ടോ. ഇതൊരു പ്രീ ഡിന്നർ ആയിരുന്നു ഗൈസ്, ഡിന്നർ അല്ല. ഇനി വേറെ ഡിന്നർ കഴിക്കോ. നല്ല ട്രാഫിക് ഉണ്ട് ഗൈസ്. ഫുഡ് ഓൾറെഡി വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ട് അതേപോലെ ഒന്ന് പൊറാട്ടയും ബീഫും കൂടിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബീഫ് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത രീതിയിൽ. കറി അങ്ങനെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു കഴിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിച്ച്. റഷും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് രാവിലെ ഒന്നും അല്ല പരിപാടി, ഉച്ചക്ക് ശേഷമായിരുന്നു പരിപാടി. അതുകൊണ്ട് തന്നെ ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. പിറ്റേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ടായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ല പേഴ്സണലി തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്യാൻ, കാരണം കുറേ ലോങ് ആണ്. പക്ഷെ ഇറ്റ് വാസ് ഫൈൻ. ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. മന കണ്ടിട്ട് അയല് കെട്ടിയത്. ഇതും ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നു നിൽക്കുന്ന സ്ഥലമാണ് ദർശന. ക്ഷീണം ഉണ്ട് ട്രാവൽ ചെയ്തതിൻ്റെ, വേറെ പ്രശ്നമൊന്നുമില്ല. നാളെ കാണും. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. രാവിലെ തന്നെ ഉപ്പ വന്നിട്ട് ചായ കുടിക്കുന്നിട്ടാണ് എണീറ്റ്. ജസ്റ്റ് ഉപ്പ ഇങ്ങനെ പൊതിയിൽ മേടിച്ചിരുന്നാണ് ചായ. എന്നിട്ട് ഞങ്ങൾ കപ്പിൽ തന്നെ തന്നു. ഞങ്ങളായിരുന്നു കുടിച്ചത്. അതായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ്. അത് വെറുതെ ബെഡ് കോഫി പോലെ കഴിച്ചതാട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പുറത്തിറങ്ങിപ്പോയി. രസത്തിന് നടക്കാൻ വന്നു, പക്ഷെ അലാക്കിനെ വെയിലാണ് അവിടെ. എവിടേക്കാ പോണം? ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലിപ്സ്റ്റിക്ക് കുറച്ച് കൂടിപ്പോയി. ഫുഡ് കഴിച്ചാൽ പോവും. അതാ കളരത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പരിചിതമായ സ്ഥലമായിരിക്കും ഇത്. എപ്പോഴും ഞങ്ങൾ അതെ, കാണുമ്പോ ചെറുതാണെങ്കിലും ഉള്ളിൽ ഭയങ്കരമാണ്. വിവിധ പ്രശസ്തരായ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ ഫുഡ് കഴിച്ചതിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ ഉണ്ട്, ഫോട്ടോസ് ആയിട്ട്. പിന്നെ കാരണം അന്ന് വിദ്യാഭ്യാസ നേടുക എന്നുണ്ടെങ്കിൽ റയറായിട്ടാണ് അതിൽ കാണാൻ. ഉപ്പ് ഈ പറഞ്ഞത് നിങ്ങൾക്ക് നുണയും തോന്നിയെങ്കിലും പക്ഷെ നുണയല്ല കേട്ടോ, സത്യം തന്നെയാണ്. കുറെ വലിയ വലിയ ഫിലിം സ്റ്റാർസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടുന്ന് ഈ ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചത് ഇഡ്ഡലിയാണ്. ബാക്കി എല്ലാവരും നെയ് റോസ്റ്റ്, മസാല ദോശ അങ്ങനെയൊക്കെ കേട്ടാ കഴിച്ചേ. റൂമിലെത്തി ഞാൻ പിന്നെ കുറച്ചു നേരം എനിക്ക് വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറിന്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങി. ഞാൻ വേറെ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അവിടുന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഫംഗ്ഷൻ നടക്കുന്നതിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ എടുത്തത്. ഇറങ്ങി എല്ലാവരും ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. കറക്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഇൻ കേസ് ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട്. ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരും പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യണം ഗൈസ്.
ആക്ച്വലി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്ന് ഉപ്പാക്ക് ഒരു അവാർഡ് ഉണ്ടായിരുന്നു, അത് റിസീവ് ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇന്നാണ് ഡേ രണ്ടാമത്തെ ദിവസം വന്ന വെയിലുണ്ട്. ഭാരത് സേവക് സമാജിൻ്റെ അവാർഡാണ് ഉപ്പാക്ക് കിട്ടുന്നത്. അതാണ് ഞങ്ങൾ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുപോലെ ഡ്രസ്സ് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയിട്ട് കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾക്കാർ കുറെ വന്നു. അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അതൊരു ഗവൺമെന്റ് ഫങ്ഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ ക്യാമറമാനും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളോട് വേണമെങ്കിൽ നിങ്ങൾ ക്യാമറ കൊണ്ടുവന്നു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞങ്ങളൊരു ക്യാമറമാനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി ഉപ്പാക്ക് അവാർഡ് റിസീവ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഓരോ ആൾക്കാർക്കും അവരവരെ ഓരോ സ്പെഷ്യാലിറ്റി, ഓരോ കലാകായിക മേഖലകളിൽ നന്നായിട്ടുള്ള നാഷണലിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവാർഡ് ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഉപ്പാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് ഫസ്റ്റത്തെ 10 സ്ലോട്ടിൽ തന്നെ ഉപ്പാന്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ ഫംഗ്ഷൻ കഴിയാൻ തന്നെ ഒരു 4 മണി 5 മണി ആ ടൈമൊക്കെ ആയി. ആൻഡ് വി ആർ സോ പ്രൗഡ് ഓഫ് ഹിം. അങ്ങനെ പരിപാടി കഴിഞ്ഞു ഗൈസ്. സമയം 3-4 ആയി. ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോകും. ഞാൻ പരിപാടിയൊക്കെ ഉഷാറായിട്ട് നടന്നു. ഉപ്പാക്ക് അവാർഡൊക്കെ കിട്ടി. നൈസായിരുന്നു. സിമ്പിൾ പരിപാടി. മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇതിനായിരുന്നു നമ്മൾ തിരുവനന്തപുരത്ത് വന്നത്. അത് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇനി ഫുഡ് കഴിക്കല് അങ്ങനത്തെ പരിപാടികളും. എന്നാളെ നമ്മൾ സ്ഥലം വരെ പോകുന്നുണ്ട്. ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ടാണ് പോണത്. അപ്പം അത് ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ടാവുക. എന്തായാലും ഇതിപ്പോൾ കണ്ടിന്യൂ ആട്ടെ. സംസത്തിലെത്തിയിട്ടുണ്ട് ഗൈസ്. വയ്യ, ഫുഡില്ലാണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. പ്രത്യേകതരം ചെയ്ത കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിച്ചിട്ടാണെന്ന് അറിയില്ല. ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാനാകെ മൂടോട്ടോ. എൻ്റെ പോലത്തെ ക്യാരക്ടറുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കാരണം ഫുഡ് കിട്ടില്ലെങ്കിൽ പിന്നെ ഗ്യാസ് കയറലുണ്ട്. അതില്ലെങ്കിൽ കൂടി എനിക്ക് പിന്നെ സംസാരിക്കാൻ തോന്നില്ല. ഞാനിങ്ങനെ നിശബ്ദതയായിട്ടിരിക്കും. പിന്നെ ഫുഡ് കിട്ടിയാലേ ഞാൻ ഓണാവുള്ളൂ. അപ്പോൾ ഉപ്പവരൊക്കെ കയ്യേക്കാൻ വയ്ക്കും. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മാഷാഅല്ലാഹ് സെറ്റ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ നേരെ നമ്മൾ റൂമിൽ പോകും. റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്ത് പോകും. അല്ല മീൻസ് പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോകും. താത്ത മാംഗോ കുടിക്കോ? വീടെടുക്കായിരുന്നു. ഞാൻ താന്റെ റിയാക്ഷൻ അറിയാനാ. ടേസ്റ്റ് ഉണ്ടോ നോക്ക്. കുടിക്കാം. എന്താ സെറ്റാ? അയ്യോ, നമുക്ക് ഇവിടെ നിന്ന് നിർത്താലോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അവിടെ നിർത്തുകയാണെങ്കിൽ ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ. എടപ്പാൾ സ്വദേശി കളരിപ്പയറ്റ് വിദഗ്ധൻ. സ്വന്തം പിതാവിൽ നിന്നും കളരി പഠിച്ചു. 7ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് പല വേദികളിലും കളരിപ്പയറ്റ് നടത്തിയിട്ടുണ്ട്. 17ാമത്തെ വയസ്സ് മുതൽ പിതാവിന്റെ പല കളരികളിലും മേൽനോട്ടം നേരിട്ട് ഏറ്റെടുത്തു തുടങ്ങി. കളരി പരിശീലന മേഖലയിലെ സംഭാവന അദ്ദേഹത്തെ തന്നെയാണ് ബാധിച്ചത്. ഓണവെക്കാതിരിക്കുന്ന സ്നേഹം.